ഓരോന്ന് കുട്ടിക്ക് അറിയാണ്ട് ഇങ്ങ് എടുക്കും വണ്ടി എടുത്തിട്ട് കണ്ട അത് അലാക്കിന്റെ എന്തെന്നാ അത് നമ്മളെ പ്യാപ്പിളയാന്ന് 2 ദിവസമായിട്ടുള്ള ലൈസൻസ് കിട്ടിയിട്ട് പക്ഷെ മുജീബാറ്റാണ് 2 ദിവസമായിട്ടുള്ളൂ. ഇനി നമ്മൾ പഠിക്കാൻ ഇറങ്ങുന്നവരല്ലോ. പക്ഷെ ജാസറാണെങ്കിൽ പെട്ടെന്ന് തന്നെ പഠിപ്പിക്കും. ഒറ്റ ദിവസം കൊണ്ട് മായ്മുക്കുള്ള മായ്മുക്കിലുള്ള ഓ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടല്ലോ. അത് ഓന്റെ ക്ലാസ് നല്ല ക്ലാസ് പൈസ കൊടുത്താ മുതലാവും ചെയ്യും. എന്നാ ഓനെ ഏൽപ്പിക്കാൻ പാടല്ലേ? നിങ്ങൾക്ക് അറിയുന്ന പ്യാപ്പിളെങ്കിൽ ഓന്റെ നമ്പർ കൊടുത്തു നമ്മളെ നാട്ടില് ലൈസൻസ് കിട്ടിയ പിറ്റേന്ന് തന്നെ റോഡിൽ അടിച്ചുപൊളിയായിട്ട് പുതിയ വണ്ടിയായിട്ട് ഇറങ്ങിയിട്ട് ബ്ലോക്ക് ആക്കുന്ന രംഗങ്ങൾ നമ്മളെപ്പോഴും കാണുമ്പോൾ നമുക്കെല്ലാം ഒരു മനസ്സിലൊരു വെറുപ്പായിരിക്കും. എന്നാൽ നമ്മളും അങ്ങനെ വണ്ടി എടുത്താന്ന് ആരും പഠിച്ചിട്ട് വന്നാളില്ല. ഈ ഡ്രൈവിങ് പഠിച്ച് അങ്ങനെ ലൈസൻസ് എടുക്കും. ലൈസൻസ് എടുത്തതിന് പിറ്റേ നമുക്ക് വണ്ടി എടുക്കണം തോന്നും. നമ്മൾ പുതിയ വണ്ടി മെർസിഡീസ് എടുക്കും, എന്നിട്ട് റോഡിലൂടെ പായാൻ നോക്കും. ചിലപ്പോൾ നടക്കൂല, അതെല്ലാവർക്കും പറ്റുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള ഡ്രൈവേഴ്സിന് ഇന്ന് ലൈസൻസ് എടുത്ത് കഴിഞ്ഞ ആഴ്ച ലൈസൻസ് എടുത്ത് 2 വർഷം 10 വർഷം മുമ്പ് ലൈസൻസ് എടുത്തിട്ട് ഇതുവരെ വണ്ടി ഓടിക്കാത്ത ആൾക്കാർ അവരൊന്നും ഭയപ്പെടേണ്ട കേട്ടാ. നമ്മളെ ജാസിലുള്ളിടത്തോളം കാലം നിങ്ങൾ ഭയപ്പെടുകയേ വേണ്ട. ഡ്രൈവിങ്ങിൽ അത്രയും സൂപ്പറായിട്ട് ഇങ്ങനെയുള്ള ലൈസൻസ് ഉള്ള ആൾക്കാരുകളെ നല്ല തിരക്കുള്ള റോഡിലൂടെ തന്നെ ഹൈവേയിലൂടെ തന്നെ ഡ്രൈവിങ് 5 ദിവസം കൊണ്ട് അല്ലെ 5 ദിവസം കൊണ്ട് ഡ്രൈവിങ് പഠിപ്പിച്ചിരിക്കും. അല്ലെ പൈസ തിരിച്ചു കൊടുക്കും. ബാക്കി ജാസിർ പറയും. എന്റെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാല് 5 ദിവസത്തിന്റെ ഉള്ളിലാണ് ഡ്രൈവിങ്. 5 ദിവസം കൊണ്ട് പഠിപ്പിച്ചിരിക്കും. അതിന്റെ ഉള്ളിൽ മൊത്തം ക്ലിയർ ആക്കും. നിങ്ങളെ വണ്ടിയാ? അല്ല, അവരെ വണ്ടി തന്നെ വണ്ടി എടുത്തിട്ടാ വണ്ടി എടുത്താന്നല്ല വരിക അല്ലേ? അതെ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വണ്ടിയിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി ബെറ്റർ. കാരണം വെച്ചാൽ നമ്മളെ വണ്ടിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് ലൈസൻസ് ഡ്രൈവിംഗ് സ്കൂളിലെ വണ്ടിയിൽ നിന്ന് പഠിച്ചിട്ട് പിന്നെ എടുക്കാത്തോണ്ടല്ലേ സ്വന്തം വണ്ടി ലൈസൻസ് സ്വന്തം വണ്ടി എടുക്കണം. അതാണ് പ്രശ്നം. അപ്പം അവരെ വണ്ടിയിൽ തന്നെ പഠിച്ചിട്ട് ഇപ്പോൾ പിന്നെ പല റോഡിലും പോക്കറ്റ് റോഡ്, കുന്ന് അതൊക്കെ എടുക്കാൻ പ്രയാസമാണ്. അതായത് നമ്മൾക്ക് ടൗൺ ആയാലും അതൊക്കെ ഫുൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. കാഞ്ഞിരോട്ടുകാർക്ക് ഇളവുണ്ടല്ലേ? ഇളവുണ്ട്. കാഞ്ഞിരോട്ടൊക്കെ പ്രത്യേകിച്ച് ഇളവുണ്ട്. എന്റെ നാട്ടുകാരാണ്, പക്ഷെ എനിക്ക് എപ്പം വേണ്ടെന്ന് വിട്ടു. അപ്പൊ അവർക്ക് എന്താ വേണ്ടുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു കൊടുക്കും. പൈസന്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ ഡ്രൈവിംഗിന്റെ കാര്യത്തിലാണെങ്കിലും പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും. സ്ത്രീകളെയും പഠിപ്പിക്കും. സ്ത്രീകൾ തന്നെ മെയിൻ ആയിട്ട് വരും. കുറെ സ്ത്രീകൾ പഠിച്ചിട്ടുണ്ടല്ലേ? അതെ, പഠിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ. അതെ. അപ്പൊ ആവശ്യമുള്ള ആളുകൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ജാസിറിന്റെ ഫോൺ നമ്പറായിട്ട് കോൺടാക്ട് ചെയ്യുക. ലൈസൻസ് കിട്ടിയിട്ട് ഇനി ആരും വണ്ടി ഓടിക്കാതിരിക്കണ്ട അല്ലെ ജാസിർ? അതെ, അത്രയേ ഉള്ളൂ. എല്ലാവരും വണ്ടി എടുക്കും. പ്രത്യേകിച്ച് ലേഡീസ് ആകുമ്പോൾ പുറത്ത് ഇറങ്ങുക തന്നെ ചെയ്യണം. വേറെ ഓട്ടോറിക്ഷയെല്ലാം പിടിച്ച് പോകുന്നതിനെ കാട്ടി നല്ല സ്വന്തം വാഹനം ഉണ്ടെങ്കിൽ സ്വന്തം വാഹനം എടുത്ത് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാം.